സ്വാഗതം പ്രിയരെ, മറ്റൊരു ടാരോ റീഡിലേക്ക്. ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് എനിക്ക് എങ്ങനെ എൻ്റെ ഭയത്തെ മറികടക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് റൂട്ട് കോസ്, എന്തുകൊണ്ടാണ് ഭയം തോന്നുന്നത് എന്നുള്ളതാണ്. എന്താണ് അത് വരാൻ കാരണം എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഈ ഭയം എന്നെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. 4 എന്ത് അഡ്വൈസാണ് തരാനുള്ളത്. 5 എന്ത് ഔട്ട്കമാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഈ 5 കാർഡ് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഭയത്തിൻ്റെ റൂട്ട് കോസ് എന്ന് ചോദിച്ചപ്പോൾ ദ മൂൺ എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് വളരെ പറയുക ഭയത്തിൻ്റെ കാർഡ് തന്നെയാണ്. അതായത് ഇത് നമ്മൾ ക്രേഫിഷ് എന്ന് പറയും. ഇതാണ് നമ്മളിപ്പോൾ വാട്ടറിൽ നിന്നും ഒരു അവയർനെസ് വരുമ്പോൾ ഒരു സൈഡ് ഡോഗും ഒരു സൈഡ് വുൾഫുമാണ് കാണുന്നത്. നമുക്കിതിൻ്റെ ഇടയിലൂടെ നടന്നു വേണം ഇങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇത് നാച്ചുറലി നമുക്ക് നമ്മൾ എപ്പോഴും ഇത് നമ്മുടെ ശക്തിയും ഇത് നമ്മുടെ ഭയങ്ങളുമാണ്. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഒരു മനുഷ്യ മനസ്സിൻ്റെ ഇതെന്ന് പറയുന്നത് എപ്പോഴും ഭയത്തെ വലുതാക്കി കാണിക്കാനുള്ളതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കുറ്റമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. മേജർ ആർക്കാന കാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലെസൺസ് ആണെന്നാണ്. രണ്ടാമത്തേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിന് കാരണം എന്നുള്ളതാണ്. അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ വറിയാണ് കാണുന്നത്, ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ കാർഡ് റീഡിൽ ഫിനാൻസിൻ്റെ പ്രശ്നമാണ് വരുന്നത്. നമ്മുടെ ജോലിയാവാം, അതേപോലെ തന്നെ പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക തന്നെയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. എന്താണ് ഈ ഭയം എന്നെ പഠിപ്പിക്കുന്നത് നമ്മൾ ചോദിച്ചപ്പോൾ പറയുക 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. എന്താണ് കാണുന്നത്? ഒരു 2 കയ്യിൽ 2 പെൻറ്റക്കിൾസ് വെച്ച് ഡാൻസ് ചെയ്യുന്ന ഒരാളെയാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ കയ്യിലെടുത്തിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ലാക്ക് ഓഫ് ഫോക്കസ് അല്ലെങ്കിൽ ടു മെനി തിങ്സ് എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത്. എന്താണ് അഡ്വൈസ് നമ്മൾ ചോദിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് പറയുക 4 ഓഫ് കപ്സ് എന്നുള്ളതാണ്. മരത്തിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ ഓരോ വൈകാരികമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളോട് ഇത് പറയുന്നത് വെച്ചാൽ പുതിയ കാര്യങ്ങളൊന്നും എടുത്തു വയ്ക്കേണ്ട. ഉള്ളത് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് തിങ്ക് ചെയ്യുക. ഏതാണ് എനിക്ക് പ്രയോറിറ്റി, ഏതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു റിഫ്ലക്ഷൻ, ജേർണലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ എവിടേക്ക് പോകും എന്നുകൂടി നമ്മൾ അറിയണം. വണ്ടർഫുൾ. 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. 2 ഓഫ് കപ്സ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് മനസ്സിലാക്കുകയും ബാലൻസ് ചെയ്യുകയും ചിന്തിക്കുകയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഔട്ട്കമാണ്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്.